സ്വന്തം കഴിവിൽ വിശ്വസിക്കുക, സ്വന്തം കഴിവിൽ നിന്നുകൊണ്ട് വളരാൻ ശ്രമിക്കുക എന്ന് ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായി. സ്വന്തം കഴിവിൽ എന്ത് ചെയ്യുക, വളരുവാനായിട്ട് ശ്രമിക്കുക. സ്വന്തം കഴിവിൽ, അത് പ്രത്യേകം നിങ്ങൾ പുറത്തു വെച്ചുള്ള സ്വന്തം കഴിവിൽ വളരുക. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മറ്റുള്ളവരുടെ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം, അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. കാരണം നല്ലത് ആര് ചെയ്താലും നല്ലതാണ്, അത് നല്ലതാണ് എന്ന് പറയാനുള്ളൊരു കപ്പാസിറ്റി നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ. നല്ല പ്രവൃത്തി ആര് ചെയ്താലും നമ്മൾ ആ വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും മടി കാണിക്കുവാൻ പാടില്ല. നല്ലത് ആര് ചെയ്താലും ആ വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മൾ എപ്പോഴും ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒന്നാണ് കോംപ്ലക്സ്. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അത്യാവശ്യം കോംപ്ലക്സ് ഉള്ളവരാണ്, അത് വേറെ കാര്യം. പക്ഷേ ഈ കോംപ്ലക്സ് അമിതമായി കഴിഞ്ഞാൽ അതെന്താണ്, അത് മനുഷ്യൻ്റെ മാനസികമായ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്നതാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ് കേട്ടോ. അതെപ്പോഴും മനസ്സിലാക്കണം. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഉണ്ട്. ഈ രണ്ട് കോംപ്ലക്സും ഒരുപോലെ ദോഷകരമാണ്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുമല്ലെന്ന ഭാവം. അങ്ങനെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു നല്ല എക്സിസ്റ്റൻസ് ഉണ്ടാവുകയില്ല. അയാൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ എല്ലാ മേഖലയിലും എല്ലായിടത്തു നിന്നും അദ്ദേഹം പിന്നോട്ട് മാറും. അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല. എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹം പിന്നോട്ടങ്ങ് മാറും. ചിലപ്പോൾ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്ന മേഖലയായിരിക്കും അദ്ദേഹം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, ഞാൻ ഒന്നുമല്ലെന്ന ഭാവം വെച്ച് പുലർത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, എല്ലാ മേഖലയിലും പിന്തള്ളപ്പെട്ടു പോകും. അതുപോലെ തന്നെ മറ്റൊരു കോംപ്ലക്സാണ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഞാനെന്ന ഭാവം. ഇതും സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്താണ്, മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നതാണ്. കേട്ടോ, എല്ലായിടത്തും ഞാനെന്ന ഭാവം കേട്ടോ. അത് എന്താണ്, വളരെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വിഘാതം നിൽക്കുന്ന ഒന്നാണ് ഈ കോംപ്ലക്സ്. ഒരു കോംപ്ലക്സ് നമുക്ക് മനുഷ്യ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് എല്ലാവർക്കും ഇതുണ്ട്. സ്വല്പം കോംപ്ലക്സ് എല്ലാവർക്കും ഉണ്ട്, അത് വേറെ കാര്യം, അത് വേണ്ടാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ കോംപ്ലക്സ് അമിതമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും ശരി, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആയാലും ശരി, അതെന്ത് ചെയ്യും, ജീവിതത്തിൽ ദോഷമായിട്ട് മാറുമെന്നാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യാൻ ഉണ്ടാകാൻ പാടില്ല, ദ്രോഹചിന്തകൾ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആരോടും ഒരു ദ്രോഹചിന്ത നമ്മളുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല. ആരോടും ഒരു ദ്രോഹചിന്ത നമ്മളുടെ മനസ്സിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും മനസ്സിൽ ദ്രോഹചിന്ത വെച്ച് പുലർത്തുവാൻ പാടില്ല കേട്ടോ. അതുപോലെ പ്രതീക്ഷകൾ കൈവിടാനും പാടില്ല. പ്രതീക്ഷകൾ ജീവിതത്തിൽ കൈവിടാനും പാടില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് ഈ സത്യപ്രപഞ്ചം നമുക്ക് നൽകണമെന്നില്ല കേട്ടോ. അത് പ്രത്യേകം നമ്മൾ ഓർത്ത് വെച്ചുകൊള്ളുക. പക്ഷേ നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ആ സത്യപ്രപഞ്ചം ആ നന്മകളുമായി നമ്മളുടെ മുന്നിൽ എത്തുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക.